എല്ലാവർക്കും 2025 പുതിയ വർഷത്തിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിൽ ഇന്റീരിയർ അതുപോലെ എക്സ്റ്റീരിയർ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് അത് ലേറ്റസ്റ്റ് ഡിസൈൻ ഏതാണെന്ന് അന്വേഷിക്കാറുണ്ട്. വാൾ പാനൽസിലായാലും എക്സ്റ്റീരിയർ പാനൽസിലായാലും വ്യത്യസ്ത തരം പാനൽസുകൾ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചാണ് നമ്മളിപ്പോഴും നടക്കാറുള്ളത്. അതിന് പറ്റിയ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ വന്നത്. ARK ആർക്കിടെക്ചറൽ നാക്ക്. എന്താണ് ഈ സ്ഥാപനത്തിലുള്ള പ്രത്യേകത, എന്തെല്ലാം ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് നമുക്ക് നോക്കാം. വെൽക്കം ടു ആഷ്ടെൻസ് കോൺസെപ്റ്റ്സ്. കൊച്ചി പാലാരിവട്ടം ഹൈവേ അഞ്ചുമന ക്ഷേത്രത്തിനടുത്തുള്ള കൊച്ചി കോർപ്പറേഷന്റെ ഇടപ്പള്ളി സോണൽ ഓഫീസിനടുത്താണ് ഈ സ്ഥാപനം. ആർക്കിടെക്ചറൽ നാക്ക്. എന്താണ് ഈ ആർക്കിടെക്ചറൽ നാക്ക് എന്ന് പറയുന്നത്? നമ്മുടെ ഈ മലയാള ഭാഷയിൽ പറയുമ്പോൾ ഒരു നാക്ക് ഉണ്ട് എന്നൊക്കെ പറയുമല്ലോ. അതെ അതെ, ഡിസൈനിൽ ഒരു നാക്ക് ഉണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. ആർക്കിടെക്ട്സിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സാണ് നമ്മളിവിടെ സെല് ചെയ്യണത്. അപ്പോൾ അതിന് അവർക്ക് പറ്റിയിട്ടുള്ള ഐറ്റംസ് മാത്രമായിട്ടുള്ള നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ഐറ്റംസ് ആയതുകൊണ്ട് ആർക്കിടെക്ചർ നാക്ക് എന്നുകൊണ്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ഒരു കളക്ഷൻസ് ആണ്. അതെ. നവീൻ, ഇത് എന്താണ് ഇത് കോൺക്രീറ്റ് മിക്സിംഗ് ആണ്. എന്താണ് ഈ പ്രൊഡക്റ്റ് ശരിക്കും ഈ എക്സ്റ്റീരിയറിൽ? ഇത് UHPC കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് പാനൽസ് അൾട്രാ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ്. സോ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിന്നായിട്ട് ലാർജർ പാനൽസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ സൈസ് വരുന്നത് ഇതിന് കൂടെ 1 ഫീറ്റ് ആയതുകൊണ്ടല്ലേ? എന്നുവെച്ചാൽ നമുക്ക് ഓരോ ഡിസൈനും പല സൈസ് ആയിരിക്കും. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ 4x1 ആണ്. 4x1 അല്ലേ? 1200 × 300 എന്നുള്ളതിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഞാൻ ബെൻഡഡ് വേർഷൻ നമുക്ക് ഈ UHPC നമുക്ക് ഇങ്ങനത്തതൊക്കെ തിന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ പ്രീമിയം ടെക്സ്റ്ററും കൂടിയാണ് ഈ പോറസ് കൊണ്ടുള്ളത്. നമുക്ക് 3 ടെക്സ്റ്റേഴ്സും 19 കളേഴ്സും അവൈലബിൾ ആണ്. ഇത് ഇപ്പോൾ ഇതിൽ നാച്ചുറൽ ഒരു സിമെന്റ് പാനലിൽ വരുമ്പോൾ ചെറിയ ബബിൾസും ഹോൾസും കാണുന്നുണ്ട്. അതെല്ലാം ഇത് ക്രിയേറ്റ് ചെയ്ത് വരുന്ന ഒരു പാറ്റേൺസ്. ഇത് മറ്റേ പോറസ് എന്നുള്ള ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്. പക്ഷെ നമ്മുടെ പോറസ് ആകുമ്പോൾ വലിയ ഹോൾസും കൂടി ഉണ്ടാവും വരുന്നത്. നമുക്ക് നാച്ചുറൽ എന്നുള്ള ഒരു ഡിസൈനും ഉണ്ട്. പിന്നെ ഉള്ളത് പ്ലെയിൻ ആണ്. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഫിനിഷ് ആയിരിക്കും, ഹോൾസ് ഒന്നും ഉണ്ടാവില്ല, പ്ലെയിൻ ആയിട്ടുള്ളതായിരിക്കും. പിന്നെ ഇപ്പം നാച്ചുറൽ എന്ന് പറയുമ്പോൾ ഈ ഹോൾസ് കോസ്റ്റൊക്കെ ഉണ്ടാവും. നാച്ചുറലി നമ്മൾ മോൾഡിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നാച്ചുറലി കുറച്ച് ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പോറസ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇന്റൻഷ്യലി വലിയ വലിയ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ രാത്രി ആകുമ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ സന്ധ്യ നേരത്താണ് അതിൻ്റെ ഒരു ഫീൽ. അതെ അതെ. നമ്മൾ ഇതൊക്കെ വെച്ചാൽ ലൈറ്റിങ്ങിലാണ് വേറെ കളിയുള്ളത്. നമുക്ക് എന്തായാലും വൈകുന്നേര സമയത്ത് ഒരു വ്യൂവും കൂടെ നമുക്കത് കാണാം. ഓക്കെ ഓക്കെ. പിന്നെ ഇതിൽ കാണിച്ചേക്കണം ഇപ്പോൾ ഹേ കോൺക്രീറ്റ് എന്ന് പറഞ്ഞത് ഇത് നമുക്കത് ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റണം. നമുക്ക് എൻഗ്രേവ് ചെയ്ത് എടുക്കാൻ പറ്റും. മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. ഇത് എന്നിങ്ങനെ കോസ്റ്റ് വൈസ് എങ്ങനെയാണ്, കോസ്റ്റ് എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണതിന്? കോസ്റ്റ് വൈസ് എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഡിസൈനും ഓരോ കോസ്റ്റ് ആയിരിക്കും. വെച്ചാൽ നമ്മുടെ ചെറിയ പാനൽസ് ഉണ്ട്. നമുക്ക് വെച്ചാൽ ട്രയാങ്കിൾ ആയിട്ടുള്ള 250 ഇതിൻ്റെ ട്രയാങ്കിൾ പാനൽസ് ഉണ്ട്. പിന്നെ നമുക്ക് ബ്രിക്സ് ഉണ്ട്, കോൺക്രീറ്റിൻ്റെ ബ്രിക്സ് വരുന്നുണ്ട്. പിന്നെ അതനുസരിച്ചിട്ട് നമ്മുടെ ഏറ്റവും ലാർജസ്റ്റ് പാനൽ എന്ന് പറഞ്ഞാൽ 9 ഫീറ്റ് ഹൈറ്റ് 80 സെൻറ്റിമീറ്റർ വിടുത്തിലുള്ള പാനൽസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് വേരി ചെയ്യും. സ്ക്വയർ ഫീറ്റിനുള്ള കോസ്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പാനൽസിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ട് വേരി ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞേക്കട്ടെ 1 ഫീറ്റ് വിഡ്ത്തും വരുന്നത് എത്ര, ലെങ്ത് എത്ര വരുന്നത്? ഇത് 1200. ഇത് 4 അടി നീളം അല്ലേ? 4 അടി. അപ്പോൾ ഇത് സ്ക്വയർ ഫീറ്റ് ഏകദേശം നമുക്ക് എത്ര പറയാൻ പറ്റും ഈ ഒരു മെറ്റീരിയൽ പ്രോഡക്റ്റ് ആണെങ്കിൽ? ഇപ്പം ഇതൊക്കെ വെച്ചാൽ പ്ലെയിനിൽ വരുമ്പോൾ നമുക്കൊരു 470 സ്ക്വയർ ഫീറ്റിന് വരിക. പിന്നെ ഇത് ടെക്സ്ചർ മാറും. ഇപ്പോൾ വെച്ചാൽ പോറസ് വരുമ്പോൾ ഇത്തിരി കൂടി പ്രീമിയം ആയിട്ടുള്ള വേണമാണ്. അപ്പോൾ ഒരു 520, 530 ആ റേഞ്ചിലാണ് ഇതിൻ്റെയൊക്കെ വരുന്നത്. ഇപ്പോൾ വോളിയം ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് റെഡ്യൂസ്. ഇതിപ്പോൾ അപ്ലൈ ചെയ്യുന്നിടത്ത് സാധാരണ വോൾസിൽ ഈ പ്ലാസ്റ്റർ ചെയ്ത വോൾസിലേക്ക് ഒട്ടിക്കണം, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പ്ലാസ്റ്റർ ചെയ്യണം. എന്നുവെച്ചാൽ പ്ലാസ്റ്ററുടെ വാളിൽ നമ്മൾ ക്ലാഡിങ് പോലെ തന്നെയാണ് നമ്മൾ ചെയ്യണത്. നമ്മൾ ഒരു വാൾ ക്ലാഡിങ് ചെയ്യണം. അതേപോലെ തന്നെ പ്ലാസ്റ്റേർഡ് വാളിൽ ഇപ്പോൾ നമ്മളതിലേക്ക് പുട്ടിയും പെയിൻ്റ് ഒന്നും അടിക്കാണ്ട് ഡയറക്റ്റ് ടൈൽ ഒട്ടിക്കണ പോലെ ഈ സിമെൻറ്റ് ബേസ് അഡിസീവിലാണ് നമ്മളത് ചെയ്യണത്. ഇത് കൊള്ളാല്ലേ, നല്ല പലക കട്ട് ചെയ്തേക്കുന്ന രീതിയിലുള്ള ഫിനിഷിംഗ് ആണ്.
അതെ, ഇതും സെയിം അതേ മെറ്റീരിയൽ തന്നെയാണല്ലേ? മെറ്റീരിയൽ സെയിം ആണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 സെൻറ്റിമീറ്ററിലും 10 സെൻറ്റിമീറ്ററിലും വിടത്തിൽ വരുന്ന പാനൽസ് ആണ്. 1200 ലെങ്ത് വേണം, 4 അടി നീളം. അപ്പോൾ ഇതിന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാങ്ക് സീരീസിൽ വരുന്ന റഗൂഡാണ് ഈ ഡിസൈൻ. ഇപ്പോൾ ഇതിന് കളർ ഇപ്പോൾ നാച്ചുറലായിട്ട് വരുന്ന നാച്ചുറൽ മീൻസ് ഇതിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്ന കളറാണുള്ളത്. അതെ, നമുക്ക് എല്ലാ ഐറ്റവും കോൺക്രീറ്റിനെ നമുക്ക് 19 കളേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രൊഡക്റ്റ് വേറെ കളർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ? അപ്ലൈ ചെയ്യാം. പക്ഷേ ഇപ്പം നമ്മൾ ഈ ഐറ്റത്തിന് നമുക്ക് ഇത്രയും കളേഴ്സ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ പെയിന്റ് അടിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഹോൾസ് അങ്ങനത്തെ പോകാൻ ചാൻസ് ഉണ്ട്. അത് ഫിനിഷിങ് ഇപ്പോൾ കോൺക്രീറ്റിനുള്ള ഫിനിഷിങ് നമ്മുടെ ചേഞ്ച് ആയി പോകും. പുതിയ ഒരു പാറ്റേൺ ആണത്. ഇത് കോഡ് എന്നുള്ള ഒരു ഐറ്റമാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ബാർകോഡിൻ്റെ ഡിസൈനിലുള്ള പോലത്തെ അതെ അതെ. ഇതെന്ന് വെച്ചാൽ ഷെയ്ഡ്സ് വരുന്നുണ്ട്, അവൈലബിൾ ആണ്. നമ്മൾ എല്ലാ കോൺക്രീറ്റും നമുക്ക് 19 കളേഴ്സിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഇതിലേക്ക് അലൈൻ ചെയ്യാണ്ട് ഇവിടെ ഡിസൈൻ ജോയിൻസ് വിസിബിൾ ആക്കുന്ന വിധത്തിലാണ് നമ്മുടെ ഡിസൈൻ എപ്പോഴും ചെയ്യാറുള്ളത്. നമ്മുടെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റും കൂടിയാണ്. ആർക്കിടെക്റ്റ് നന്നായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു ഡിസൈനാണത്. അതെ അതെ. ഈ ബെൻഡിങ് വരുന്നതിലേക്ക് ഇങ്ങനെ ഒരു ചെടികൾ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. അതെ അതെ, നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു പല ആ വീടിന് മാച്ചിങ് ആയിട്ടുള്ള. അപ്പോൾ ഇതിലൂടെ ഒരു ഗ്രേ ടോണിൽ വന്നാറിന് ഇങ്ങനെ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാം. നമുക്കത് ലൈറ്റ്സും വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പ്ലാന്റ്സും വെക്കാൻ പറ്റും. വെക്കാവുന്ന നല്ല ഭംഗിയുണ്ട്. അതൊക്കെ ബാൽക്കണിയിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം. നല്ല രസമുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഇല്ലാത്ത പ്ലാന്റ്സ് ഇല്ലാത്തൊരു മോഡൽ, മറ്റേ പ്ലാന്റ്സ് ഉള്ളൊരു കൊള്ളാം. ഇത് കൊള്ളാല. ഇത് പാനലിന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഡിസൈൻസ് വന്നേക്കുന്നത്. ഇതും സിമെന്റിന്റെ മെറ്റീരിയൽസ് തന്നെയാണ്, കോൺക്രീറ്റ്? ഇതൊക്കെ കോൺക്രീറ്റ് തന്നെയാണ്. ഇത് നമുക്കിങ്ങനെ എക്സ്റ്റീരിയർ ഇന്റീരിയർ എന്തും ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. ഇതിന്റെ അകത്തൊരു ലൈറ്റ് സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയാണ്. ചെറിയൊരു പ്ലാന്റ്സ് സെറ്റ് ചെയ്യും. വെച്ചാൽ പ്ലാന്റ്സ് നമ്മൾ എപ്പോഴും ഇതുമേ ചെയ്യുമ്പോൾ ആർട്ടിഫിഷ്യലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, ഇതുമേ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ മറ്റേ വാട്ടറിങ് എല്ലാം ഇഷ്യൂസ് വരുന്നത്. പച്ചപ്പ് കാലത്തുള്ള ഫീലിംഗിൽ എന്തായാലും അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് നമുക്കൊരു ചില ഭാഗത്ത് ഒരു ഇന്റീരിയർ പർപ്പസിനും ചിലയിടത്ത് കൊടുക്കാല്ലേ, ഒരു ക്രിയേറ്റീവ് ആർട്ട് വർക്ക് പോലെയൊക്കെ കൊടുക്കാൻ പറ്റും. അതെ അതെ, അതിങ്ങനെ പ്രൊഡക്ഷനെ തന്നെ ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കണേ. അതെ അതെ. ഇപ്പം നമ്മുടെ ഫോൾഡ് സീരീസിൽ വരുന്ന പാനൽസ് അതൊക്കെ നമുക്ക് ഒരു 4 ഡിസൈൻസ് ഉണ്ട്. ഇതേപോലെ ഫോൾഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്. അതിൽ വരുന്നുണ്ട്. പിന്നെ ആകെ പൊടി പിടിക്കുമ്പോൾ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പാറ്റേൺ. ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു പാനൽ ഇത് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഒരു ബെൻഡ് കയറി വന്നിട്ട്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഒരു വെറൈറ്റി പാറ്റേൺസ് ആണ് ലൈറ്റിങ് കൊടുത്തപ്പോൾ. അതൊന്നും ഇതിട്ട് വേറൊരു പ്രൊഡക്റ്റ് അല്ല, ഇതും സെയിം പ്രൊഡക്റ്റ് തന്നെയല്ലേ? എല്ലാം കോൺക്രീറ്റ് തന്നെ. പക്ഷേ നമ്മുടെ ഫോൾഡ് സീരീസിലെ ഓരോ ഡിസൈൻസാണ്. ഇപ്പോൾ നമ്മൾ എക്സ്റ്റീരിയറിലും യൂസ് ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ്. ഇതൊക്കെ ഇന്റീരിയർ എക്സ്റ്റീരിയറിലേക്കും അതേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ കർവിങ് വന്നിട്ട് ഇവിടെ ഒരു ലൈറ്റ് അറേഞ്ച്മെന്റ്സും കൊണ്ടുണ്ട്. അങ്ങനെ ഒരു ഷാഡോ നൈറ്റിലൊക്കെ നല്ലൊരു ഫീലാണ് കൊണ്ടുണ്ടാകും. ഇതും കൊള്ളാം. ഇത് നമ്മളിപ്പോൾ എക്സ്റ്റീരിയറിൽ കണ്ടേക്കുന്നത് അതിൻ്റെ അതേ പ്രൈസ് ലിസ്റ്റിൽ വരുന്നതാണ് സെയിം? അതെ അതെ, പ്രൈസൊക്കെ ഏതാണ്ട് ആ റേഞ്ചിൽ തന്നെ വരുന്നതാണ്. പിന്നെ എക്സ്റ്റീരിയർ നമ്മൾ യൂസ് ചെയ്യാനുള്ളത് ടെക്സ്ചർ വ്യത്യാസമുണ്ട്. ഏറ്റവും കൂടി പ്രീമിയം ടെക്സ്ചറാണ് നമ്മൾ എക്സ്റ്റീരിയർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ പ്ലെയിൻ ആണ്. അതെ അതെ, ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇയറിൽ ഇറക്കിയ ഡിസൈനാണ്. ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. പാൻ ഇന്ത്യ ലെവലിൽ നന്നായിട്ട് സെയിലായിട്ടുള്ളൊരു ഡിസൈനാണ്. എന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് മന്ത് ഇപ്പോൾ പുതിയ ഡിസൈൻസ് ലോഞ്ച് ചെയ്തതിൽ ഇതിൻ്റെ പുതിയ വേർഷൻ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ റെസ്റ്റോറൻറ്റിലേക്ക് അങ്ങനത്തെ ഉള്ളിടത്തൊക്കെ കൂടുതൽ ഇങ്ങനത്തെ നല്ലൊരു ഫീലാണ്. അതെ അതെ, ഇത് ഓരോ ട്രയാങ്കിളും ഓരോ പീസാണ്. എന്നുവെച്ചാൽ അതിൻ്റെ 3 കോർണേഴ്സും 3 തിക്നെസ്സിലായിരിക്കും. അപ്പോൾ നമുക്ക് പല കളേഴ്സും വെച്ചിട്ട് ഇത് കോമ്പിനേഷൻ ചെയ്ത് എടുക്കാൻ പറ്റും. അതെ അതെ. ഇത് കൊള്ളാല. ഇതൊരു പുതിയൊരു സീരീസ് ആണ്.
ഇത് നമ്മുടെ കേരള പോർട്ട് സീലിങ്ങിൻ്റെ ഒക്കെ ഒരു ഡിസൈനിൽ ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണ്. എന്നുവെച്ചാൽ സീലിങ്ങിലേക്കും പറ്റും, വാളിലേക്കും. ഇപ്പം നമ്മൾ ഡബിൾ ഹൈറ്റ് ട്രിപ്പിൾ ഹൈറ്റിൽ വാളിലേക്കൊക്കെ നന്നായിട്ട് പോകുന്ന ഒരു ഡിസൈനാണ്. സീലിങ്ങിലും പറ്റും, അതുപോലെ പാനലിങ്ങിലും പറ്റിയൊരു മോഡൽസ് ആണ്. അതെ അതെ. ഇങ്ങനെ ദൂരെ നോക്കുമ്പോൾ അതിനൊരു 3D ഫീലിംഗ്, ആ ഒരു ബബ്ലിംഗ്, റിവേഴ്സ് ബബ്ലിംഗ് നന്നായിട്ടുണ്ട്. അത് കറക്റ്റ് പ്ലേസ്മെന്റ് ആണ്. ഏത് വീടിനോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലോ സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇതും സിമെന്റിന്റെ പ്രൊഡക്റ്റ് ആണ് ഉള്ളത്. അതെ അതെ. ഒരു പീസസ് വെച്ചേക്കുന്ന അല്ലെങ്കിൽ ഒരു ഷീറ്റിൽ വരുന്ന ഡിസൈൻസ് ആണ്. ഇതൊക്കെ ഓരോ പാനൽസ് ആണ്, അതിൽ വരുന്ന ഡിസൈനാണ്. ഇപ്പം ഇത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് കൺസീൽഡ് ഡോറാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഡോറാണ്, അറിയില്ല പെട്ടെന്ന്. അത് കൊള്ളാം. അതായത് നമുക്ക് പ്ലൈവുഡിന്റെ ഇതിന്റെ ഡോറിൽ നമുക്കൊരു ഇതിപ്പോൾ നമ്മൾ GI ഡോർ സെറ്റ് ചെയ്തിട്ട് അതിൽ ഇത് വെച്ചിരിക്കുകയാണ്. ഇതൊരു പീസ് എങ്ങനെയുണ്ട് സൈസ് വരുന്നത് ഇപ്പോൾ കാണിച്ചേക്കണേ? ഇത് 500 600 ഒരു പാനൽസ് ആണ് ആക്ച്വലി. അതായത് ഒരു 50 സെന്റിമീറ്റർ 60 സെന്റിമീറ്റർ സൈസിൽ വരുന്നല്ലേ? അതെ അതെ. ഇതൊക്കെ ആവറേജ്, ഇതൊക്കെ ഒരു കളർ വരുന്ന അല്ലെങ്കിൽ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്? നമ്മുടെ എല്ലാം 19 ഡിഫറെന്റ് ഷെയ്ഡ്സിൽ ഇത് അവൈലബിൾ. എല്ലാ കോൺക്രീറ്റും നമുക്ക് 19 ഷെയ്ഡ്സ് കിട്ടും. ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഒരു നിശ്ചിത രൂപയുടെ അല്ലെങ്കിൽ ഇത്ര രൂപ മുതൽ വരുന്ന ഒരു കാറ്റഗറിയാണ് എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു 500 റേഞ്ചിലുള്ള ഡിസൈൻസാണ്. നമ്മുടെ പല പാൻസിനും ഡിസൈനും തിക്നെസ് അല്ലെങ്കിൽ മെഷർമെൻറ്റ്സ് വെച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ റേറ്റ് വരിക. അധികം ഇപ്പം ഇത്തരം ഷെയ്ഡൊന്നും ഞാൻ വേറെ ഒരു ഷോപ്പിലും കണ്ടിട്ടില്ല. ഇതിപ്പോൾ വരുന്നത് ഇതെല്ലാം ഹേ കോൺക്രീറ്റിൻ്റെ പ്രൊഡക്റ്റുകളാണ്. അതെ അതെ. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോമ്പിനേഷനാണ് ആക്ച്വലി. വെഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളത് 2 ടൈലിൻ്റെ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് കോമ്പിനേഷൻ മാറ്റിയിട്ടൊക്കെ പല ഡിസൈനിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസൈൻ തന്നെ ഫുള്ള് വെച്ച് കഴിഞ്ഞാലും അതൊരു ഡിസൈനായി മാറും. ഇത് നിങ്ങൾക്ക് ഹേ കോൺക്രീറ്റിൻ്റെ കേരളത്തിലെ മെയിൻ ഡീലർ? കേരളത്തിൽ നമ്മളാണ് ഇത് ഡീലേഴ്സായിട്ടുള്ളത്. ഓൾ കേരള ഡീലേഴ്സാണ്. ഇതിൽ വെച്ചാൽ ഈ ഡിസൈൻ ആക്ച്വലി നമ്മുടെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഡിസൈൻസാണ്. ഇത് ഫറോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 ഫ്ലൂട്ടിൻ്റെ ഒരു ഡിസൈൻ ആയിട്ടുള്ളത് വരണമാണ്. അത് ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പാറ്റേൺ ആണ്. നമ്മുടെ ഗ്ലാസ് ഗ്രിഡിൻ്റെ ഒക്കെ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ള. നമുക്ക് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് ഫുൾ ബോഡി ആയിട്ട് വേണ്ട ഐറ്റംസ് ആണ്. ഇതെല്ലാം ഫുൾ ബോഡിയാണ്, അതായത് ടോപ്പിൽ മാത്രമല്ല ഇതിന്റെ കളേഴ്സ്. വെച്ചാൽ അകത്തും ഇത് തന്നെ ആയിരിക്കും കളർ ഉണ്ടാവുക. ഫുൾ ബോഡി ആയിട്ട് വേണ്ട കളേഴ്സാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ആ കളേഴ്സ് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ആർക്കിടെക്ട് ഏതാണ് കളർ ഡിസൈഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വെച്ചാൽ ഏത് മെറ്റീരിയലും ആ കളറിൽ അവർ പറഞ്ഞ ടെക്സ്റ്റൈൽ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 3 to 5 വീക്സിലാണ് നമ്മൾ ഡെലിവറി ചെയ്യണത്. ഇതിന്റെ തന്നെ ഒരുപാട് ഷേപ്സ് ആണ്. ശരിക്കും ഒരു വീടിന്റെ ഒരു ഹോംലി ഫീലിംഗിനാണ് നിങ്ങൾ ഈ ഷോറൂം സെറ്റ് ചെയ്തേക്കണത് അല്ലേ? അതെ അതെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ ഒരു ഷോറൂമിന്റെ ഫീൽ അല്ല, ഇതിൽ ഹോംലി ഫീൽ കിട്ടത്തക്ക രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. ഇതും നേരത്തെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐറ്റംസ് ഒക്കെ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ഒരു വീട്ടിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് മിക്സ് ചെയ്തിട്ട് പല കോമ്പിനേഷനിലേക്കും ആർക്കിടെക്ചറിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് കൊള്ളാം, നല്ലൊരു കോമ്പിനേഷൻ. ഇതിനകത്ത് ലൈറ്റ് കൊടുത്ത് നമ്മുടെ ഭംഗിയിരിക്കണം. ഇത് നമ്മൾ പുറത്ത് കണ്ട മറ്റേ കോഡ് എന്നുള്ളതും മറ്റേ എഡ്ജും കൂടി കോമ്പിനേഷൻ വന്നിട്ടുള്ളൊരു ഡിസൈനാണ്. മറ്റേ അവിടെ കണ്ട റഗ് വുഡിൻ്റെ തന്നെ ഇത് പൈൻ വുഡ് എന്ന് പറഞ്ഞിട്ട് വുഡൻ ഗ്രെയിൻസ് വരുന്ന ഇതാണ്. അതെ. ഇതില് അത് മാത്രമല്ല ഇതിലൊരു ഓർണമെന്റൽ സ്ട്രിപ്സും കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചാൽ ആക്ച്വലി നാച്ചുറൽ ബ്രാസ് തന്നെയാണ് ഈ കാണുന്നത്. ബ്രാസ് ഇൻലേ ആയിട്ടുള്ള സീരീസാണ്. നമ്മൾ ഇത്രയും നേരം കണ്ടതൊക്കെ എക്സ്റ്റീരിയറിലേക്കും ഇൻറ്റീരിയറിലേക്കും പറ്റുകയാണെങ്കിൽ ഇത് മാത്രമാണ്. ഇങ്ങനെ 3 ഡിസൈൻസ് ഉണ്ട്.
അത് മാത്രമാണ് നമ്മൾ ഇൻറ്റീരിയറിലേക്ക് മാത്രം റെക്കമെൻഡ് ചെയ്യണത്. കാരണം ഇതൊക്കെ ബ്രാസ് ഇൻലേറ്റ് വരണതുകൊണ്ട് നമുക്ക് എക്സ്റ്റീരിയറിലേക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇപ്പോൾ ഈ സൈഡിലുണ്ട് ഇതൊരു 3D, ഇതൊരു വൺ സൈഡ് 3D ഒരു ഭയങ്കര ഡെപ്ത് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ 3D. അതെ, ഇതെന്ന് വെച്ചാൽ ഷാഡോ, അതായത് നമ്മൾ ഈ ലൈറ്റിൻ്റെ ഷാഡോയിലൊക്കെ ഇതായിട്ട് ചെയ്യണം. അപ്പോൾ കോറിഡോർ അങ്ങനെയുള്ളിടത്തൊക്കെയാണ് നമുക്ക് കൂടുതൽ ചെയ്യണത്. കാരണം അത് ലൈറ്റിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാനലാണ്. ഓക്കെ, ചില ആംഗിൾ നോക്കുന്നിടത്ത് വേറൊരു ഫീലാണ് അതിനകത്ത് കിട്ടുന്നത്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലേ, ഇതിൽ പല പല ടെക്സ്ചറിൽ വരുന്ന ഫീലിങ്ങുകൾ. ഇത് കൊള്ളാം, അങ്ങനെ പല വെറൈറ്റി. അതൊന്ന് കാണിച്ച ബാക്കിലുള്ള വൈറ്റ് ഒന്ന് കാണിച്ചു, അതും കൊള്ളാം. ഇതൊക്കെ നമ്മുടെ 3D കളക്ഷൻസ് ആണ്. 3D കളക്ഷൻസ് വേറെ കണ്ടിട്ടില്ലാത്ത കുറേ മോഡൽസ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ടെറാസോലും വരുന്നുണ്ട് ചില ഡിസൈൻസ്, മൊസൈക്ക് പാറ്റേൺസിലും പഴയ മൊസൈക്ക്. യെസ്, പഴയ മൊസൈക്ക് പാറ്റേൺ. പഴയ മൊസൈക്ക് കാലത്ത് വളരെ ട്രെൻഡായിട്ട് ഇപ്പൊ പക്ഷെ മൊസൈക്ക് പ്രീമിയം ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതിപ്പോ ഒരു പ്രീമിയം പാറ്റേൺ ആയിട്ട് വരുന്നുണ്ട്. കൊള്ളാം, നല്ല തോന്നിയുണ്ട്. ഇതിപ്പോ എവിടേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? ഇത് വാൾസിൽ മാത്രമാണ്, വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ വാളിലേക്കേ പറ്റുള്ളൂ, വാളിലേക്ക് മാത്രം, ഫ്ലോറിംഗിലേക്ക് ഇത് പറ്റില്ല. കണ്ടിട്ട് ഫ്ലോറിലേക്ക് ഇട്ടാൽ ആലോചിച്ചു മൊസൈക്ക് കണ്ടപ്പോൾ. അല്ല, എന്ന് വെച്ചാൽ 3D ആണല്ലോ, നമുക്കിപ്പോൾ ഗ്രൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്ലോറിലേക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് ബ്രിക്കാണ്. നമുക്ക് 12 കളേഴ്സിൽ ബ്രിക്സ് അവൈലബിൾ ആണ്. എല്ലാം കോൺക്രീറ്റ് തന്നെയാണ്. നമുക്ക് ബ്രിക്ക് തന്നെ സ്മൂത്ത് ഫിനിഷും ഉണ്ട്, പിന്നെ നാച്ചുറൽ ഫിനിഷ് എന്ന് പറഞ്ഞിട്ട് നാച്ചുറൽ ഫീലിംഗ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലാഡിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ആക്ച്വലി ഇത് കണ്ടിന്യൂഷൻ ഡിസൈനാണ്. ഇതൊക്കെ ശരിക്കും ഇന്റീരിയർ കോർട്ട്യാർഡ് അങ്ങനെയുള്ളിടത്തൊക്കെ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ മറ്റേ പൂജാ റൂം, ഇതൊക്കെ നമ്മൾ സീലിംഗിലേക്കും ചെയ്യാറുള്ള ഐറ്റംസാണ്. ഇപ്പോൾ നമ്മൾ ഈ ബട്ടൺ ഹോൾസ് ഉള്ളതൊക്കെ ആക്ച്വലി നമ്മൾ സീലിംഗിലേക്കും ചെയ്യാൻ പറ്റും. നേരത്തെ കണ്ട ഒരു ബ്രാസിന്റെ പാറ്റേൺസിലുള്ള ഒരു ഡിസൈൻസ് നമ്മൾ ഇന്റീരിയറിലേക്കൊന്നും പറഞ്ഞില്ലേ, അവിടെ 3 ഡിസൈൻസ്, അതിലത്തെ ബാക്കി 2 ഡിസൈൻസ് ആണിത്. ഇന്റീരിയറിൽ മാത്രം എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ ഉള്ള കോൺക്രീറ്റ്, ബാക്കിയെല്ലാം ഇന്റീരിയർ എക്സ്റ്റീരിയറിലേക്ക് പറ്റും. ഇത് 6 ടൈൽ കോമ്പിനേഷൻ വരണമാണ്. ഇതിപ്പോൾ ഓരോന്നും ഓരോ ടൈലാണ് ആക്ച്വലി. ഇത് പല കോമ്പിനേഷനിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇത് വരുന്നത് നമ്മുടെ വാർഡ്രോബ്സിന് പാനലായിട്ട് കൊടുക്കുന്ന ഐറ്റംസ് ആണ്. അതെ, ഇതൊക്കെ സെറാമിക് കോട്ടഡ് ആയിട്ടുള്ള പാനൽസ് ആണ്. അതെ, ബേസ് ആക്ച്വലി HDF ആയിരിക്കും. HDFൽ സെറാമിക് കോട്ടഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ് അതൊക്കെ. HDF മെറ്റീരിയലിൽ സെറാമിക് കോട്ട് ചെയ്തിരിക്കുന്നത്. സെറാമിക് കോട്ടഡ് അങ്ങനെ വെള്ളം പ്രശ്നം വരുന്ന HDFൽ വെള്ളം വലിക്കൂലാത്ത പ്രശ്നമൊന്നുമില്ലല്ലേ? ഈ HDF എന്ന് വെച്ചാൽ ഹൈ ഡെൻസിറ്റി ആണ്. അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഫുള്ളി കവേർഡാണ്. ഫുള്ളി കവേർഡാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു വാഷ് ബേസിൻ്റെ ഒക്കെ അടുത്തൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മൾ സ്ഥിരം വെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെയൊക്കെ അടുത്ത് അല്ലെങ്കിൽ കിച്ചണിലേക്കൊന്നും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. വെള്ളം വെച്ച് വാഷബിളൊക്കെയാണ്. ഇപ്പോൾ അഴുക്കായാലും നമുക്ക് സോപ്പ് വെച്ചിട്ട് ഇതിലും ബ്രാസ് ഇൻലായിട്ടുള്ള ഐറ്റംസ് വരുന്നുണ്ട്. സെറാമിക് കോട്ടഡ് ആയിട്ടുള്ള കുറച്ച് സാമ്പിൾസ് കണ്ടായിരുന്നു. ഇതെല്ലാം സെറാമിക് കോട്ടഡ് വരുന്നുള്ള ഇതാണ്. ഇതൊക്കെ അതിന് ഇത്തിരി കൂടി പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഐറ്റമാണ്. ഓക്കെ, നല്ല ഫിനിഷിംഗ് ഉണ്ട് കാണാനുണ്ട്. ഇത് HDFൽ കോട്ടിങ് ചെയ്തേക്കണല്ലേ? അതെ അതെ. ഇപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഫുൾ ഷട്ടേഴ്സും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സൈസിൽ ഷട്ടർ ഫുള്ളി വെച്ചാൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ നമ്മൾ അവിടെ കണ്ട പാനൽസൊക്കെ വെച്ചാൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റണമായിരുന്നു. ഓക്കെ ഓക്കെ. ഇതെല്ലാം സാമ്പിൾസ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ആസ് പെർ ഓർഡർ ആണ് നമുക്ക്? ഇതൊക്കെ ആസ് പെർ ഓർഡറാണ്. പിന്നെ നമുക്ക് കളർ കസ്റ്റമൈസേഷൻ ഉണ്ട് അതിൽ.
ഓക്കെ, ഇതിപ്പോ മാറ്റ് ഫിനിഷ്, ബാക്കിയൊക്കെ ഗ്ലോസി ഫിനിഷിലാണ്. ആ, മാറ്റിൻ്റെ സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ടുള്ളതൊക്കെ മാറ്റിൻ്റെ ആയിരുന്നു. ഓക്കെ, ഇതും കൊള്ളാം. ഈ കളർ കോമ്പിനേഷൻ ഓരോരുത്തരുടെ ആ ഇഷ്ടം അനുസരിച്ചുള്ള കളറിലേക്ക് കൊണ്ടുവിടാൻ സാധിക്കും. ഇത് കൊള്ളാം. ഇതെല്ലാം മാറ്റ് ഫിനിഷിന്റെ. ഓക്കെ, ഇതിപ്പോ നേരത്തെ കണ്ട പ്രൊഡക്ട്സ് തന്നെയാണ് ഈ വാർഡ്രോബിലൊക്കെ കൊടുക്കാൻ പറ്റും. അതെ അതെ, വാർഡ്രോബിന്റെ ഷട്ടേഴ്സിലൊക്കെ, വാട്ടറിൻ്റെ ഷട്ടേഴ്സിലും പിന്നെ ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് വാളിലേക്കും ഇതൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും. സൈസ് വരുന്നത് എങ്ങനെയാണ്? ഇത് ആക്ച്വലി കസ്റ്റം സൈസിലും കിട്ടും. 10x4 എന്നുള്ള ഇതിലേക്ക് മാക്സിമം വേണ്ട ഇതിലേക്ക് നമുക്ക് കസ്റ്റമൈസ് ഇതിൻ്റെ സൈസ് വരും. പിന്നെ 8x2 നോർമലായിട്ടുള്ള സൈസും വരും. ആ, നമുക്ക് ഒരു 150 ഡിസൈൻസ് ഉണ്ട്. ആ, ഇതിപ്പോൾ ഡോർ കവറിങ്ങിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ ഇരിക്കും. അത് ഫിനിഷ്ഡ് ആയിട്ട് വരുമ്പോൾ ഇത് കൊള്ളാം. ഇത് നല്ലൊരു കളറാണ്, ഗ്രീനിൻ്റെ സീലിംഗ് ഉപയോഗിക്കുന്ന ഷീറ്റാണ്. ആ, ഇതിപ്പോൾ നമുക്ക് ജിപ്സം സീലിങ്ങിലേക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെറ്റീരിയലാണ്. അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. PU ബേസ്ഡ് മെറ്റീരിയൽ തന്നെയാണ്. ഇത് ഈ ഒരു സൈസിലാണ് അവൈലബിൾ വരുന്നത്. ഇതിപ്പോൾ ഇപ്പോൾ 2 ഫീറ്റിൻ്റെ സ്ക്വയറാണ്. നമുക്ക് ഇതും ഒരു 150 ഡിസൈൻസ് ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ചെറിയ റസ്റ്റിക് ഫിനിഷിലാണ് ഇത് നിൽക്കുന്നത്. നമുക്കിതാണെങ്കിൽ വൈറ്റിലും കിട്ടും, പിന്നെ ഒരു 90 ഡിഫറെൻറ്റ് കളേഴ്സിലും കിട്ടും. ഓക്കെ, ഒരു ക്ലാഷ്, ഒരു ബിനാലെ സ്റ്റൈലിലുള്ള ഒരു പാറ്റേൺ. നമുക്കെപ്പോഴും ഈ ജിപ്സം സീലിങ്ങിലേക്കാണ് അവിടെ വരുമ്പോൾ പ്ലെയിൻ ആയി പോകും. നമുക്ക് അതിലേക്ക് ഒന്നും വെക്കാൻ വെയിറ്റ് ഉള്ളൊന്നും വെക്കാൻ പറ്റില്ല. നമ്മുടെ ടെറാക്കോട്ട ജാളിയിൽ വരുന്ന പാറ്റേൺസ് ആണ്. ഇത് എന്താണ്, മൊസൈക് ചിപ്സുകളാണല്ലോ ഇതിന്റെ ഒരു പാറ്റേൺ. ഇത് ആക്ച്വലി നമ്മുടെ കോൺക്രീറ്റ് ജാളീസ് ആണ്. ഇപ്പോൾ ഈ ബ്രീസ് ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെറാസോ ഫിനിഷിൽ വരും, പിന്നെ പ്ലെയിൻ വൈറ്റിൽ വരും. വൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് കളറിലേക്കും അത് പെയിൻറ്റ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കോൺക്രീറ്റിൻ്റെ തന്നെ കളറിൽ വരുന്നുണ്ട് നമ്മുടെ. ഇതിന്റെ നല്ല സ്മൂത്ത് ഫിനിഷിങ്, സാധാരണ ടെറാക്കോട്ടിൽ വരുമ്പോൾ ഒരു റസ്റ്റിക് ഫിനിഷിങ് വരും. അതെ, നമുക്ക് പിന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്കിതിപ്പോൾ ബോത്ത് സൈഡ് ഫിനിഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ നടുക്ക് ഗ്ലാസ് വരും, അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മെഷ് വരും. ഈ കൊതുക് അങ്ങനത്തെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഓപ്പൺ ഡോർസ് അങ്ങനത്തെ കൺവേർട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് കൊള്ളാം. ഇത് ടെറാക്കോട്ടിലുള്ളതിന് വൈറ്റ് സർഫസിൽ വരുന്നത്. ഇതിനെങ്ങനെ പ്രൈസ് ഒക്കെ എങ്ങനെ വരുന്നത്? പെർ പീസ് 220 എന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. 220 പെർ പീസിൽ വരുന്നത്. അതിന്റെ മോഡൽ അനുസരിച്ച് മാറ്റം വരും. അത് മനസ്സിൽ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണെങ്കിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്യാനില്ല. അത് എന്തെങ്കിലും വെച്ചാൽ ഓൾറെഡി ഫിനിഷ്ഡ് ആണ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ കോൺക്രീറ്റ് എല്ലാം ഫിനിഷ്ഡ് ആണ്. ടെറാക്കോട്ട ആകുമ്പോൾ നമുക്ക് അതിനകത്ത് വേറെ അപ്ലൈ ചെയ്യണം. ആ വെള്ളം വലിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അല്ലേ? ഇപ്പം നമ്മുടെ ഈ പാനൽസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് വെച്ചാൽ അതിന് മീതേക്ക് ക്ലിയർ കോട്ട് അടിക്കുക ഒന്നും ചെയ്യേണ്ടതില്ല. ഡയറക്റ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കും. വേറൊരു അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, വേണ്ട. ഇതാണ് അക്കർലിക്കിന്റെ ഷീറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് അല്ലേ? അതെ അതെ. ഇത് നമ്മുടെ കിച്ചൺ ഷട്ടേഴ്സിനും വാർഡ്രോബ് ഷട്ടേഴ്സിനും ടേബിൾ ടോപ്പിലൊക്കെ യൂസ് ചെയ്യാം. ഇതിനിപ്പോൾ ഇതിന്റെ കൂടെ എഡ്ജ് ബാൻഡും വരുന്നുണ്ട്. നമുക്ക് സെയിം ഡിസൈനുള്ള എഡ്ജ് ബാൻഡും കൂടി പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മൾ. ഇതൊക്കെ 1.5ന്റെ അക്രലിക്കാണ്. അതിൻ്റെ തന്നെ സെയിം ഡിസൈനിലുള്ള എഡ്ജ് ബാൻഡും ഉണ്ടാവും. സാറിന് എഡ്ജ് ബാൻഡ് എപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ മൈക്കിൽ തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതിലാണെങ്കിൽ ഒരു കോമ്പിനേഷൻ തന്നെ വരുന്നത്. അതെ അതെ. ഇതാകുമ്പോൾ ഇപ്പോൾ മാർബിൾ ഫിനിഷ്, വുഡ് ഫിനിഷ്, വുഡൻ ഫിനിഷിംഗ് വരുന്നുണ്ട്. മാർബിളില് എല്ലാം ഐ ഗ്ലോസി. ആക്ച്വലി ഗ്ലോസി തന്നെ കൂടുതൽ വരുന്നത്. പിന്നെ മാറ്റ് ഉണ്ട്, പക്ഷേ അക്കറിലേക്ക് ഗ്ലോസി തിളക്കമാണ് അക്കറിലേക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. മാറ്റ് ഫിനിഷിൻ്റെ അക്രിലിക് ഉണ്ട്, പക്ഷെ അതിന് എഡ്ജ് ബാൻഡ് നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. ഓക്കെ, ഇതുള്ള ഈ കോമ്പിനേഷനിലൊക്കെ ഇതിൻ്റെ എഡ്ജ് ബാൻഡ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പേസ്റ്റൽ കളേഴ്സ് ആണെങ്കിലും അതിന് എഡ്ജ് ബാൻഡ് കൊള്ളാം. നല്ല ലാവൻഡർ കളർ, നല്ല ഭംഗിയുണ്ട്. കോഫി ബ്രൗൺ കൊള്ളാം. ഇതൊക്കെ എങ്ങനെയാണ് ഷീറ്റ് പെർ സ്ക്വയർ ഫീറ്റിന്? അക്കറിലിക് ഷീറ്റിന് മൊത്തം എത്ര വരുന്നുണ്ട്? ഇതൊക്കെ ഷീറ്റിനൊരു 4700 തുടങ്ങിയിട്ട് 5800 വരെയും ഉള്ള റേഞ്ചിലാണ്. 8-4 അല്ലേ? ഒരു 90 ഡിഗ്രി ബെൻഡ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ അതാണിത്. അതെ അതെ. ഇതാകുമ്പോൾ നമുക്ക് എഡ്ജ് ബാൻഡ് ഒന്നും വേണ്ട. ഡയറക്റ്റ് ഒരു വി ഗ്രൂ അടിച്ചിട്ട് 90 ഡിഗ്രി ബെൻഡ് ചെയ്യാൻ പറ്റും. അത് ഷട്ടറിന്റെ സൈഡിലേക്ക് എഡ്ജ് ബാൻഡ് പകരം ഇത് തന്നെ ടേബിളാണ് എന്ത് ഇതാണെങ്കിലും നമുക്ക് അതിൻ്റെ സൈഡിലേക്ക് 90 ഡിഗ്രി ബെൻഡ് ചെയ്ത് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ഫുൾ ബോഡിയാണ്.
പിന്നെ മാറ്റ് ഫിനിഷിന് ആൻറ്റി ഫിംഗർ പ്രിൻ്റ് ആണ്. ഓക്കെ ഓക്കെ, എന്ത് കൊള്ളാം. ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെ വരുന്നു? ഇതൊക്കെ ഒരു 5000 റേഞ്ചിലേക്ക് വരുന്ന ഐറ്റംസ് ആണ്. 8-4 ഷീറ്റിന്. ആ, ഇത് 8-4-ലും 10-4-ലും ചില ഐറ്റംസ് അവൈലബിൾ ആണ്. രാത്രിയുള്ള ഫീലിംഗ് ഇതാണ്, നല്ല ഒരു പ്രത്യേക ഫീലാണ്. ഇതിൽ കണ്ടത് ഇതിനെ ലൈറ്റ് ഇട്ടപ്പോൾ ഒരു വേറെ ഫീലിംഗിലായിട്ട് വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ഇന്റീരിയറിനും എക്സ്റ്റീരിയറിനും വേണ്ടിയുള്ള വാൾ പാനൽസുകൾ, ഡെക്കറേറ്റീവ് പാനൽസുകൾ, അക്രിലിക് ഷീറ്റുകൾ, അതുപോലെ ഫാബ്രിക് ഷീറ്റുകൾ, ഇതിന്റെ എല്ലാം വ്യത്യസ്തമായ ഷെയ്ഡുകളും വിവരങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ചെയ്യാനും കമന്റും ചെയ്യാനും മറക്കരുത്. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.